ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളും എത്തി പൊന്നാനി ഫെസ്റ്റിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെന്ന പാടെ എന്താ പറയുക, ടിക്കറ്റ് എടുക്കാൻ കയറുന്ന ടൈമിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയിട്ട് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കുറേ ഫിഷസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി. ഞാൻ ഇതുവരെ കാണാത്ത കുറേ ഫിഷസ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. എൻ്റെ ഫിഷിൻ്റെ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഫിഷിൻ്റെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞാപ്പി ഉണ്ട്. ഓന് കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ ഓനെ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ടിരിക്കുകയാണ്. ഓനക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഓനെ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റിന് 50 രൂപയാണ്. അപ്പോൾ 5 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്കൊന്നും ടിക്കറ്റ് വേണ്ട. ഇതിനുള്ളിലേക്ക് കയറാനുള്ള ടൈം 4 മണി ടു 9 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പൊന്നാനി കർമ്മ റോട്ടിലാണ് ഈ പ്ലേസ് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ടിക്കറ്റ് എടുക്കണ്ട. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. കയറുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവുക. ഞാൻ തൊട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എന്തുണ്ടാവുക എന്നൊക്കെ വളരെ ആഗ്രഹത്തോടെ കയറിയതാണ്. കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കുറേ ഫിഷിൻ്റെ അക്വേറിയമൊക്കെ ഉണ്ടായിരുന്നു. സച്ച് പിന്നെ ഇതിൻ്റെ അകത്ത് എലിയാണ് കേട്ടോ. എലി അതിൻ്റെ അകത്ത് കിടക്കണോ. എലിയായിരുന്നു. ഞങ്ങൾക്ക് കണ്ടപ്പോൾ കുറച്ച് ഇതായി. എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. എലിയുടെ കിടക്കണതാണ് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബ്ലാക്കും വൈറ്റും കളറിൽ കുറേ എലികളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, കുറേ തരത്തിലെ കിളികൾ, പേരറിയാത്ത കുറേ കിളികളുണ്ടായിരുന്നു. എന്താ പറയുക, കുറച്ചൊക്കെ അറിയാം, കുറച്ചൊക്കെ ഉപ്പാൻ്റെ കടയിലുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അറിയാം. ഇതൊന്നും അറിയില്ല കേട്ടോ. ഈ കാണുന്നതൊന്നും എനിക്കറിയില്ല. അത് ഏതൊക്കെ ലവ് ബേർഡ്സൊക്കെ പോലത്തെ കിളിയാണ്. ഇതിൻ്റെ പേരൊക്കെ എനിക്കറിയാം. കോക്ടെയിൽ നിന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കാടാണ് തോന്നുന്നു. ഇതാ കാട. അപ്പോൾ ഇങ്ങനെ കുറേ കിളികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ എൻ്റെ ഫേവറേറ്റ്, ആ ഭാഗത്ത് ഫേവറേറ്റ് ആയത് ഈ ഒരു കിളിയാണ്. ഈ ഒരു കിളിൻ്റെ പേര് എനിക്കറിയില്ല. കളർഫുൾ തത്ത എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ പാമ്പുണ്ടായിരുന്നു. പാമ്പിനെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പേടിയാണ് ഗൈസ്. അപ്പോൾ പാമ്പ് കുറേ പേര് ഗ്ലാസ്സുമൊക്കെ തൊടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തൊടാതെ നടക്കുകയായിരുന്നു. പിന്നെ ഇവിടെ കോഴികളുടെ പലതരം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കുറേ പേര് എൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് തൊടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അണ്ണാനാണ്. അണ്ണാൻ ആ തീറ്റ വെച്ച് കൊടുത്ത പാത്രത്തിൽ കയറി കിടക്കുകയാണ് കേട്ടോ. പാവം കിടന്നോട്ടെ. അത് കുറേ പിന്നെയും കുറേ കോഴികളുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുറേ പ്രാവും കോഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കോഴിനെ കണ്ടപ്പോൾ സച്ചിനോട് ചോദിച്ചിരുന്നത് എന്ത് തരത്തിലുള്ള കോഴിയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ ഈ പൂച്ച ഞങ്ങളുടെ വീട്ടിലില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞങ്ങൾ ഈ ചെടി കൂടെ വന്നപ്പോൾ ഒരു പൂച്ചയും കൂടി ഉണ്ട്. ആ പൂച്ചയും ഞങ്ങളുടെ വീട്ടിലുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പൂച്ചകളുണ്ട്. അപ്പോൾ അത് ചോദിച്ചിരുന്നു. പിന്നെ നമ്മുടെ തത്ത, ഇതെന്താ പേര് എന്നൊക്കെ ഓന്തിൻ്റെ പോലത്തെ സാധനമാണ്, അതൊക്കെ എന്താ പറയുക. പിന്നെ ഇതിൻ്റെ അകത്ത് വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് വന്നാൽ നല്ല ഇഷ്ടമാവും. ഇത് ഫുള്ള് കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇത് ലുക്ക് ഇങ്ങനെ ഇട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല തിരക്കാണ്. ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ കിളിനെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട കിളിയാണ്. ഈ കിളി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റോള്. കയറുമ്പോഴത്തെ കുറച്ച് പോയാൽ ഫസ്റ്റ് കാണുന്ന സ്റ്റോളാട്ടോ ഇത്. ഇതിനകത്ത് ടോയ്സ്, ചെരുപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. കീ ചെയിൻസൊക്കെ ഫ്രണ്ടിൽ തന്നെ കീ ചെയിൻസൊക്കെ തൂക്കിയിട്ടാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് വേറെ കുറേ സ്റ്റോൾസാണ്. ഇതൊക്കെ വേറെ സ്റ്റോൾസ്. അത് ഡോക്ടർ കെയറിൻ്റെ എന്തോ സാധനമാണ്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ബാഗിൻ്റെ ഒരു ഷോപ്പാണ്. ബാഗ് കുറേ ഉണ്ട്, ലഗേജ് ബാഗൊക്കെ ഉണ്ട്.
പിന്നെ ഇത് നമ്മുടെ വെറൈറ്റികൾ മുട്ടായികളുണ്ട് ഇവിടെ. കുറേ പഴയ കാലത്തെ മുട്ടായും പുതിയത് വന്ന മുട്ടായൊക്കെ അതിലുണ്ട്. ഞങ്ങൾ 2 മുട്ടായാണ് അതിൻ്റെ അകത്തുനിന്ന് മേടിച്ചത്. കുറച്ച് പഴയ മുട്ടായി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തീരായിട്ട് കാണാത്തൊരു മുട്ടായി മേടിച്ചിട്ടുണ്ട്. അത് ഏതാ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ 2 മുട്ടായി കേട്ടോ ഞങ്ങൾ മേടിച്ചത്. ആ ഗോൾഡ് കളറിലൊരു മുട്ടായും പിന്നെ ഒരു ആ മുട്ടായിയുടെ പേരെന്തേത് ബീഡി മുട്ടായി ആയിരുന്നു. ഇതിൻ്റെ കസിനാണ്. ഓളാണ് ടേസ്റ്റ് ചെയ്ത് നോക്കണം ബീഡി മുട്ടായി. ഫസ്റ്റ് ഓളാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഓൾക്ക് നല്ല ഇഷ്ടമായി വരണേ. പിന്നെ ഓൾക്ക് ഈ മുട്ടായി നല്ല ഇഷ്ടമായി. അതിൻ്റെ അകത്ത് വൈറ്റ് ചോക്ലേറ്റും ഞാൻ ഈ കഴിക്കുന്ന മുട്ടായിക്ക് ഡാർക്ക് ചോക്ലേറ്റും ആയിരുന്നു. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ എല്ലാവർക്കും കൊടുത്ത് ഷെയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മരമൊക്കെ കയറുന്ന സ്ഥലമാണ്. അതായത് കിച്ചണിൻ്റെ ഐറ്റംസൊക്കെ ഉള്ള സ്ഥലം. ഇവിടെ എൻ്റെ അമ്മ കുറച്ച് നോക്കിയിരുന്നു, പക്ഷെ ഒന്നും മേടിച്ചില്ല ഗൈസ്. പിന്നെ ഇവിടെ ഉള്ളത് ചെരുപ്പാണ്. ചെരുപ്പുകളിൽ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് മേടിക്കണ്ടോ ചോദിച്ചിട്ട് എല്ലാവരും കുറേ നേരം നിന്നിന്ന്. പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചില്ല. ഇവിടെ നിന്നും ഒന്നും മേടിച്ചില്ല. വെറുതെ കറങ്ങി തിരിഞ്ഞ് നിന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ചെരുപ്പിൻ്റെ കളക്ഷൻസ്. കുറച്ച് ഓൾഡായിട്ടുള്ള ചെരുപ്പിൻ്റെ കളക്ഷൻസാണ്. പിന്നെ ഇവിടെ പാകിസ്ഥാനീസ് ഇടുന്ന ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ട്രെൻഡിങ് ആയിട്ടുള്ള ചെരുപ്പ് വളരെ കുറവായിരുന്നു അവിടെ. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിന് വളരെ ചീപ്പ് റേറ്റേ ഉള്ളൂ. 200-250 ആ റേഞ്ച് വരുന്നുള്ളൂ. പക്ഷെ ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം, പാർക്ക്. ഇവിടെ ഫുഡ് കോർട്ടും ഉണ്ട് കേട്ടോ. നമ്മൾ മലയാളികൾ ഓരോന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കൂല. അപ്പോൾ ആ സ്ഥലമാണിത്. ഇതിൻ്റെ അകത്ത് നമ്മളും കുറച്ച് മേടിച്ചിരുന്നു കേട്ടോ. നമ്മൾ ബണ്ണും അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചിരുന്നു ഇവിടുന്ന്. ഇവിടെ പല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇതാണ് ഞങ്ങൾ മേടിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ പാനിപൂരി, ബേൽപൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ന്യൂഡിൽസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ കുറേ നടക്കുകയാണ് കേട്ടോ. ഞാൻ വെറുതെ തന്നെ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ഇങ്ങനത്തെ കുറച്ച് റൈഡ്സൊക്കെ ഇല്ലേ, നല്ല ഭംഗിയുള്ള കുറേ റൈഡ്സ് ഇല്ലേ. അപ്പോൾ അതിനൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടിക്കറ്റ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പോകുന്നത് എന്താണ്, ഒരു അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എവിടേക്കാന്ന് വെച്ചാൽ മന്നക്കിണർക്കായിരുന്നു പോകുന്നത്. ഇതാണ് മന്നക്കിണറിൻ്റെ പുറം ഭാഗം. ഇതിൻ്റെ അകത്ത് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കയറുമ്പോൾ നല്ല ഇഷ്ടത്തോടൊക്കെ കയറി. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ ടിക്കറ്റിന് വേണ്ടിയിട്ട്. ഇത് ഒരു സ്വിങ് ആണ്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ട് ഞങ്ങൾ ടൂർ പോയപ്പോൾ കയ്യിൽ കയറിയെന്ന്. പിന്നെ അപ്പോൾ ഞങ്ങൾ മന്നക്കിണറിൻ്റെ അകത്തേക്ക് കയറുക കേട്ടോ. നല്ല വലിയൊരു സാധനമാണ്. അതിൻ്റെ അകത്ത് സ്റ്റെപ്പ് കുറേ കയറാണ്ട്. ഈ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പേടിയായി. ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല പേടിയായി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബൈക്കൊക്കെ പോകണ കണ്ടപ്പോൾ അത്രയ്ക്ക് കണ്ട് പേടി ഉണ്ടായിരുന്നില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് പേടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അയാൾ ഇങ്ങനെ താഴത്തേക്ക് എത്തിയാൽ പിന്നെ നമുക്ക് കുറച്ച് സമാധാനമാണ്. ഇങ്ങനെ മേലേക്ക് കയറി വരുന്നവരെ കുറച്ച് സമാധാനമാണ്. ഞാനവിടെ തുള്ളി കളിക്കുന്നുണ്ട്. ഞാൻ എടുത്തേക്ക് വേണ്ട ബാക്കിൽ ഇരുന്നിട്ടാണ് ഇതൊക്കെ കണ്ടത്. തുള്ളി കളിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പേടിച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ. പിന്നെ 2 ബൈക്ക്, ഒരു പെണ്ണും ഒരാണും കൂട്ടി വന്നിട്ടുണ്ട്. പെണ്ണ് വന്നപ്പോൾ നല്ല സ്പീഡായിരുന്നു. ആ പെണ്ണ് എന്താ പറയുക, ഞാൻ കോരി വരികയായിരുന്നു. നല്ല പേടിയായിട്ടുണ്ട്. പെണ്ണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പേടിയാവും. ഞാൻ വേഗം എടുത്ത് നിൽക്കുന്ന വരെ. പിന്നെ ബാക്കിൽ ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ ഞാൻ. നല്ല റൗണ്ടിൽ നല്ല സ്പീഡിൽ കറങ്ങണം പേടിയാവും. മെല്ലനെ പോയി കഴിഞ്ഞാൽ സീനില്ലാതെ പോവും. പക്ഷെ സ്പീഡിൽ പോവുകയാണെങ്കിൽ നല്ല പേടിയാവും കേട്ടോ. കുറേ പേര് ഇങ്ങനെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാത്തും എടുത്തായിരുന്നു. ഞാനും എൻ്റെ അമ്മയും സച്ചൊക്കെ ബാക്കിലേറ്റുണ്ടായിരുന്നു. ഇത് നിൽക്കുന്നത് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ പോയി നിൽക്കുന്ന കേട്ടോ സച്ച്. നമ്മളവിടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാറ് വന്നു ഗൈസ്. കാറ് വന്നപ്പോൾ നല്ല പേടിയായി ഞങ്ങൾക്ക്. ഞാൻ ഇങ്ങനെ കൈകാലം വരച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. കാറ് കയറി വന്നപ്പോൾ നല്ല പേടിയായി. ഞാൻ കൈകാലം വരച്ച് നിൽക്കുകയായിരുന്നു. നല്ല പേടിയായി. അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് കയറി വന്നതാണ് ഞങ്ങൾ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൈഡറിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കാട്ടോ ഞങ്ങൾ. റൈഡർക്ക് ഞങ്ങൾ ക്യാഷൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ഞാൻ കൈയൊക്കെ കൊടുത്ത് ഞാൻ ഒറ്റക്കൊക്കെ ഫോട്ടോ എടുത്ത്. ഈ റൈഡറിൻ്റെ കൂടെ ഞങ്ങൾ ഒറ്റക്ക് ഫോട്ടോ എടുത്തതിന് കുറേ പേരെയായിട്ട് ഫോട്ടോ എടുത്തിരുന്നു. ഇതാണ് നമ്മുടെ മണൽക്കിണറിൻ്റെ മേലെ നിന്ന് എടുത്തൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇത് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അതാണ് കർമ്മ റോഡിൻ്റെ ബോട്ടിങ് ഉള്ള സ്ഥലം. ആ ചക്രത്തിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കണ്ണേട്ടനെ കണ്ടിരുന്നു കേട്ടോ. ഞങ്ങൾ ശ്രീജിത്ത് പാട്ടുകാരൻ ശ്രീജിത്തിനെ കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് പോയ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.